എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു, AI ഫ്രീ ആയിട്ടുള്ള ട്രെയിനിങ്ങിന്റെ ഒരു വീഡിയോ ഇട്ടു. ഒരുപാട് ആളുകൾ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്ത ആളോടൊക്കെ വോയിസിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ അവരിലോട്ടായിരിക്കും ആദ്യം എത്തുക. ശേഷമാണ് യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് പിന്നീട് പബ്ലിക്കിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ടോപ്പിക് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, AI എന്താണെന്ന് ചെറിയൊരു ബേസിക് തിയറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. രണ്ടാമത്തെ വിഷയം അത് രജിസ്ട്രേഷൻ ചെയ്ത നല്ലൊരു ടൂളാണ് ChatGPT എന്ന് പറയുന്നത്. അപ്പോൾ ആ ChatGPT ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൽ നമ്മൾ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെ കുറച്ച് ടാസ്കുകളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ള ചെറിയൊരു കുറച്ച് കാര്യങ്ങളാണ്. ഈ ഒരു ബേസിക് പഠിച്ചാൽ തന്നെ അതിന്റെ ഒരു സ്റ്റാർട്ടിങ്, നമ്മളൊരു സംഭവത്തിലോട്ട് കടക്കുന്ന ഒരു രൂപത്തിലോട്ട് നമ്മൾ മാറും. ആ ഒരു ഫിയർ എന്ത് ചെയ്യും, മാറിക്കിട്ടും നമുക്ക്. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഓരോ പേഴ്സണലി നമുക്ക് വരുന്ന ഓരോരോ കാര്യങ്ങളാണ്. റിയൽ ലൈഫ് എക്സ്പീരിയൻസോട് കൂടി നമ്മൾ ഓരോന്നോരോന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു സെഷനാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ്. നമ്മളിത് ചെയ്യേണ്ടത് എടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്താലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. നമ്മൾ ഒരുപാട് ആളുകൾ കമ്മ്യൂണിറ്റി ലിങ്കിൽ, വാട്സപ്പ് ലിങ്കിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിലുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരും. എന്തായാലും നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി, ഇന്റലിജന്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി വളർന്നു വരിക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഇനി സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഓരോന്നോരോന്ന് കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ആദ്യം നമ്മൾ ഗൂഗിളിൽ ChatGPT എന്ന് അടിച്ചു കൊടുക്കുക. ശേഷം നമുക്കിവിടെ ഓപ്പൺ AI എന്ന് പറയുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ. അതിനുശേഷം ഡൗൺലോഡ് ChatGPT എന്ന് പറയുന്ന ഡെസ്ക്ടോപ്പ്, അതൊക്കെ ആ ഒരു നമുക്കൊരു ഡൗൺലോഡ് ChatGPT എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഡൗൺലോഡ് iOS കാണാം, ഡൗൺലോഡ് ഫോർ ആൻഡ്രോയിഡ് കാണാം. അത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി മൊബൈൽ ഫോണല്ല, നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ഫോർ macOS ഉണ്ട്, വിൻഡോസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് ആൻഡ്രോയിഡ് ആണ്. അപ്പോൾ ആൻഡ്രോയിഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് പ്ലേ സ്റ്റോറിലോട്ടാണ് പോകുന്നത്. സോ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ ChatGPT ഡൗൺലോഡ് ആയിക്കാണ്. ഐഫോണുള്ള ആളുകൾക്ക് അത് കാണാൻ പറ്റും. കമ്പ്യൂട്ടറിലാണെങ്കിൽ നിങ്ങൾക്ക് അത് ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു കണ്ടിന്യൂ, ഏറ്റവും താഴെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ChatGPT എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഇനി മുതൽ. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഇനി സൈനപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ കാണാം നിങ്ങൾക്ക്. സൈനപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിലൊരു നമ്മുടെ ഇമെയിൽ ID വെച്ചിട്ടോ നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ സൈനപ്പ് അടിച്ചു കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ വെച്ചിട്ടോ ഇമെയിൽ ID വെച്ചിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. ഈ അക്കൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അത് ഫീഡ് ചെയ്യും, മെമ്മറി ആയിട്ട് അത് ഫീഡ് ചെയ്ത് വെക്കുന്നുണ്ട്. സോ നമുക്ക് ആ അക്കൗണ്ട് പിന്നീട് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു മെമ്മറി അതിൽ കീപ്പ് ചെയ്യുന്ന രൂപത്തിലോട്ട് അത് മാറ്റുന്നുണ്ട്. കാര്യങ്ങൾ മെമ്മറി അപ്ലോഡ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അക്കൗണ്ട് എപ്പോഴും നല്ലതാണ്. നമുക്ക് അവിടെ കമ്പാരിസൺ നടത്തി നോക്കാം. നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം, എന്താണ് AI എന്നുള്ളത്. അപ്പം നമ്മൾ ഗൂഗിളിനോട് നമ്മൾ സാധാരണ ചോദിക്കുന്ന നമ്മൾ വ്യക്തികളാണ്. അപ്പോൾ ഗൂഗിളിന്റെ AIയിലും ഈ ChatGPT ടൂളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഗൂഗിളിനോട് ചോദിച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈസ് എ ടെക്നോളജി ദാറ്റ് യൂസ് അൽഗോരിതം ടു സിമുലേറ്റ് ഹ്യൂമൻ ഇന്റലിജൻസ്. അപ്പോൾ മനുഷ്യന്റെ കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്റെ ഇന്റലിജൻസ് പോലെ വർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നാണ് ഈ പറയുന്നത് ഗൂഗിൾ പറയുന്നത്. അതുപോലെ തന്നെ AI വർക്ക് ചെയ്യുന്ന കാര്യങ്ങളും മെഷീൻ ലേണിംഗ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, ജനറൽ AI, ഈ ജനറൽ AIനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ കമ്പ്യൂട്ടർ ഭാഷ, അപ്പൊ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ്, ഇങ്ങനെ ഒരു റിപ്ലൈ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഗൂഗിൾ തരുന്നത്. നേരെ മറിച്ച് നമ്മളെ ChatGPTനോട് ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുക ജസ്റ്റ് നോക്കാം. നമ്മൾ ChatGPT ഓപ്പൺ ചെയ്തു. ഇപ്പൊ നമ്മൾ ഇതിലെ അക്കൗണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ഈ പറയുന്ന ലോഗിൻ ചെയ്ത് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്, സൈനപ്പ് ഒന്നും ചെയ്തിട്ടില്ല. എന്നിരുന്നാൽ പോലും നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. സൈനപ്പ് ചെയ്യണമെന്നില്ല, നമുക്ക് മെമ്മറി ഒന്നും ഫീഡ് ചെയ്യേണ്ട കാര്യം ഇപ്പൊ ഇല്ല. അപ്പൊ ഇതേ സെയിം സാധനം വാട്ട് ഈസ് AI എന്നുള്ളത് നമ്മൾ ഈ ChatGPT ടൂളിനോട് ചോദിക്കുന്ന സമയത്ത് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്
നമുക്ക് ഒന്നുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അതിന്റെ ആൻസർ തരുന്നത്. അതായത് നമ്മളോട് ഒരാള് കുറേ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാണ്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ നമുക്ക് എന്താണോ നമ്മൾക്ക് അറിയേണ്ടത് കാര്യങ്ങൾ അത് മാത്രം പറഞ്ഞു തരുന്ന, അല്ലെ അത് അത് ഒരു മനുഷ്യൻ നമ്മളോട് പറഞ്ഞു തരുന്ന, നമുക്ക് നമ്മളൊരു ടീച്ചർ പഠിപ്പിച്ചു തരുന്ന പോലത്തെ കാര്യങ്ങളാണ് ഇങ്ങനെ നമുക്ക് AI പറഞ്ഞു തരിക. അപ്പൊ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റെഫേഴ്സ് ടു ദ സിമുലേഷൻ ഓഫ് ഹ്യൂമൻ ഇന്റലിജൻസ് ഇൻ മെഷീൻസ് ദാറ്റ് ആർ പ്രോഗ്രാം ടു തിങ്ക്, ലേൺ ആൻഡ് പ്രോബ്ലം സോൾവ്. ഇത് സെയിം കാര്യം തന്നെയാണ് പറഞ്ഞു തരുന്നത്. പക്ഷെ ഒന്നുകൂടി നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ടൈപ്സ് ഓഫ് AI പറയുന്നുണ്ട്. നാരോ AI. അപ്പൊ ഈ നാരോ AIയിലാണ് നമ്മളിപ്പോ വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഉപയോഗിക്കുന്നത് നാരോ AI ആണ്. ദിസ് ടൈപ്പ് ഓഫ് AI ഡിസൈൻഡ് ഹാൻഡിൽ സ്പെസിഫിക് ടാസ്ക്, സോൾവ് പർട്ടിക്കുലർ പ്രോബ്ലംസ്. അപ്പൊ അതൊക്കെയാണ് ഈ നാരോ AI. അത് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി വരുന്ന ഒരു AI ആണ് ജനറൽ AI എന്ന് പറയുന്നത്. ഒന്നുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു AI ആണ്. അതായത് മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അത് സ്വയം തിങ്ക് ചെയ്തുകൊണ്ട് ചെയ്യാൻ പോകുന്ന രൂപത്തിലോട്ട് ജനറൽ AI കടന്നു വരും. പല ജോലികളും അത് ഏറ്റെടുത്ത് ചെയ്യും. ഇനി അതിന്റെ അപ്പുറത്തോട്ട് ഒരു കാര്യം കൂടി ഉണ്ട്, സൂപ്പർ AI എന്ന് പറയുന്നത്. സൂപ്പർ ഇന്റലിജൻസ് AI. അത് അതിനെക്കാട്ടും അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. ഈ ജനറൽ AI തന്നെ അത് ഇപ്പോഴും അതിൽ എത്തിയിട്ടില്ല. കാര്യം അതിന്റെ ഫൈൻഡിങ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ഒരു സംഭവം ഒരാൾക്ക് മനസ്സിലാകുന്നില്ല, ഇംഗ്ലീഷ് അറിയാത്ത ആളുണ്ടാവും. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞ ഒരു ബേസിക് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ബേസിക് കാര്യങ്ങൾ ഇത് AI ഇംഗ്ലീഷിലാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് അവിടെ ഒരിക്കലും തടസ്സമാവാൻ പാടില്ല. നമ്മൾ അറിവ് ശേഖരിക്കാൻ അത് തടസ്സമാവാൻ പാടില്ല. അപ്പോൾ ഈ AI മലയാളം പറയും, മലയാളം നമ്മളോട് സംസാരിക്കും. അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് ഒരു ഓപ്പൺ ടോക്ക് നമുക്കിവിടെ നടത്താം. ഒരു ഓപ്പൺ ടോക്ക് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഒരാളോട് പറയേണ്ടത് എങ്ങനെ, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, മലയാളത്തിൽ പറയുക, അല്ലെങ്കിൽ പറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ സെയിം സാധനം നമുക്ക് മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മളോട് പറയും. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയാനുള്ളൊരു കമാൻഡ് നമ്മളവിടെ കൊടുക്കണം. ആ കമാൻഡ് കൊടുത്താൽ മാത്രം അത് എന്ത് ചെയ്യും, അതിന് മനസ്സിലാകത്തുള്ളൂ നമുക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. അപ്പൊ നമ്മൾ ഒരാളോട്, ഒരു ഹ്യൂമനോട് സംസാരിക്കുന്ന പോലെ തന്നെ ഇത് നമുക്ക് ഗൂഗിളിൽ ഇത്തരത്തിലുള്ള ഒരു ഇന്ററാക്ഷൻ അല്ല ഗൂഗിളിൽ വരുന്നത്. ഗൂഗിളിൽ നമ്മൾ പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ഫ്രണ്ടായിട്ട് നമുക്ക് ഇതിനെ പരിഗണിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഒന്നുകൂടി കുറച്ചുകൂടി ലെവലിലോട്ടാണ് നമ്മൾ സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോകാൻ പോകുന്നത്. അപ്പൊ ഇതൊരു ചെറിയൊരു ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക. AI എന്താണെന്നുള്ളതും ഇത് നിങ്ങൾ സ്വയം എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുക. AIയുടെ ടൈപ്സ് ഓഫ് AI എന്തൊക്കെയുണ്ട്, എങ്ങനെയാണ് AI വർക്ക് ചെയ്യുന്നത് ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇട്ടിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ പറ്റും. എല്ലാ ക്വസ്റ്റ്യൻസും ഞാനിവിടെ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ AIയോട് ചോദിക്കാം. അപ്പൊ ഇനി അടുത്ത നമുക്ക് സൈൻ അപ്പ് ചെയ്തിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നോക്കാണ്ടത് നോക്കാം. അപ്പൊ നമ്മൾ ഈ സൈൻ അപ്പ് ചെയ്യാൻ പോകണം. ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ നമുക്ക് സൈൻ അപ്പ് എന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് 3-4 രീതിയിൽ ഇമെയിൽ ID വെച്ചിട്ട് ചെയ്യാം. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ അക്കൗണ്ട് ഉള്ളവർക്ക്, ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർക്ക് അതിൽ ജസ്റ്റ് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ചെയ്യാം. പിന്നെ സൈൻ അപ്പ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റും ഇമെയിൽ ID, അതുപോലെ തന്നെ ഫോൺ നമ്പർ, അതുപോലെ തന്നെ മറ്റ് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട്, ആപ്പിൾ അക്കൗണ്ട് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സൈൻ അപ്പ് ചെയ്യാൻ പറ്റും. അടിയിൽ ഏറ്റവും താഴെ കണ്ടിന്യൂ വിത്ത് ഫോൺ നമ്പർ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് ഫോൺ നമ്പർ വെച്ച് ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി ഫോൺ നമ്പർ ചെയ്തുകൊണ്ട് ഞാൻ ഇമെയിൽ ID കൊടുക്കുകയാണ്. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുകയാണ്. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് നമുക്ക് അക്കൗണ്ടുകൾ ഉണ്ടാവും. ആ അക്കൗണ്ടുകളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ കണക്ട് ആയി, നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായി, നമ്മളോട് കണക്ട് ആയി. പിന്നെ നമ്മുടെ ഫസ്റ്റ് നെയിം ചോദിക്കുന്നുണ്ട്, നമ്മുടെ ലാസ്റ്റ് നെയിം ചോദിക്കുന്നുണ്ട്, പിന്നെ ബർത്ത്ഡേ നമ്മൾ ചോദിക്കുന്നുണ്ട്. അതൊക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കൊടുക്കുക. കാരണം നമ്മളെ ഒരു ചെറിയൊരു രൂപത്തിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് കാര്യങ്ങൾ അതിൽ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ചാറ്റ് GPTയിലോട്ട് നമ്മുടേതായിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്പേസിലോട്ട് നമ്മൾ കടന്നു. ഇതാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഫീഡ് ചെയ്യാനും അത് മെമ്മറി സൂക്ഷിച്ചു വെക്കാനൊക്കെ ഈ അക്കൗണ്ട് അതിന് ഉപകാരപ്പെടും എന്നുള്ളത് പറയാൻ കാരണം അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും 2 വരെയുള്ള ആ സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും താഴെ നമുക്ക് അവിടെ നമ്മുടെ പേര് കാണാം. ഒരു അക്കൗണ്ട് ആയിട്ട് നമ്മളത് ഉപയോഗിക്കുന്നതാണ്. അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സൈൻ ഔട്ട് കാണാം, അതുപോലെ തന്നെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ പിന്നീട് സംസാരിക്കും. അപ്പൊ അതായത് ഒരു അക്കൗണ്ട് നമ്മൾ ഇപ്പോൾ ഇതിലോട്ട് എന്ത് ചെയ്തു, കണക്ട് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ശേഷം ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് കാര്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആരാന്നുള്ളത് ഈ പറയുന്ന
ChatGPT എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടിന് പരിചയപ്പെടുത്തി കൊടുക്കണം. അതെങ്ങനെയാന്ന് നോക്കാം നമുക്ക്. അപ്പൊ നമ്മളെ ഫ്രണ്ട് പുതിയ ഫ്രണ്ടിന് എന്ത് ചെയ്യാണ് ഈ പറഞ്ഞ രൂപത്തിൽ നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കണം. വാട്ട് കൈൻ ഐ ഹെൽപ്പ് വിത്ത് എന്നുള്ളതിൽ ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് വന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്രിയേറ്റ് ഇമേജ്, ഹെൽപ്പ് റൈറ്റ്, അനലൈസ് ഇമേജസ്, കോഡിങ്, ഒരുപാട് കാര്യങ്ങൾ ഈ ChatGPT ചെയ്യാൻ പറ്റും എന്നുള്ളത് മുകളിൽ കാണിച്ചു. എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. മൈ നെയിം ഈസ്, അപ്പൊ നിങ്ങളെ പേര് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഡീറ്റെയിൽസ് മൊത്തത്തിൽ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. മൈ നെയിം അതവിടെ മെമ്മറി ആയിട്ട് ഫീഡ് ചെയ്യും. അയ്യൂബ് ഖാൻ. അപ്പൊ നമ്മളെ എന്ത് വിളിക്കണം എന്നുള്ളത് നമുക്ക് ഇതിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. യു ക്യാൻ കോൾ മീ ബോസ്. ഇതിൽ നമുക്ക് മലയാളത്തിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇംഗ്ലീഷ് അറിയാത്ത ആളുകൾക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ഏത് ഭാഷയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് മലയാളത്തിലെ നിങ്ങൾ അതേ മലയാളം ഈ പറയുന്ന കാര്യം, എൻ്റെ പേര് അയ്യൂബ് ഖാൻ, എന്നെ നീ ബോസ് എന്ന് വിളിക്കാം, അങ്ങനെ രൂപത്തിൽ നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താലും അതിന് മനസ്സിലാവും. അപ്പോ മൈ ജോബ് ഈസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അപ്പൊ നമ്മുടെ ജോലി, നമ്മുടെ ബിസിനസ്, നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമുക്കൊരു ഷോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ എന്ത് കാര്യം നമുക്ക് അവിടെ സ്പെസിഫിക് ചെയ്ത് കൊടുക്കാം. അപ്പൊ പിന്നെ ഐ എം മാരീഡ്, നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനോട് അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുക്കുന്നുള്ളൂ. എന്തായാലും ഞാനത് സെൻഡ് ചെയ്യാം. അപ്പൊ നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി അതിന് ആ ഒരു മെമ്മറി അപ്ഡേറ്റഡ് ആയിപ്പോയി. അതായത് അതിന്റെ ബ്രെയിനിലോട്ട് നമ്മളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള അക്കൗണ്ടിൽ അതിന് നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ അപ്ഡേറ്റഡ് ആയി. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ഗോ ടു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എങ്ങനെയൊക്കെയാണ്, നമ്മളെ വിളിച്ചത് കൊണ്ട് ഗോ ടു ബോസ്. അപ്പൊ ആ ബോസ് എന്നുള്ള പേരിലായിരിക്കും നമ്മൾ ഇനി വിളിക്കുക. അപ്പൊ നമ്മൾ ഇത് അപ്ഡേറ്റഡ് ആയിട്ടുണ്ടോ, നമ്മളിത് ഈ പറഞ്ഞ കാര്യങ്ങൾ അതിന് മെമ്മറി ഫീഡ് ചെയ്തിട്ടുണ്ടോ നമ്മൾ ജസ്റ്റ് ചോദിച്ചു. ക്യാൻ യു ഇവിടെ അക്ഷരങ്ങളോ സ്പെല്ലിങ്ങോ തെറ്റിയെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, അത് അതിന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അതിനോട് ചോദിക്കണം, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കണം. അപ്പൊ അത് മെമ്മറി ഫീഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എവ്രി വൺ മീറ്റ് അയ്യൂബ് ഖാൻ ബട്ട് യു കാൻ കോൾ ഹിം ബോസ്. അപ്പൊ നമ്മൾ അതെന്ത് ചെയ്യാണ്, നമ്മളെ മറ്റൊരാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അത് നമ്മൾ പറഞ്ഞു കൊടുത്ത കുറെ കാര്യങ്ങൾ അതിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിന് കണക്ട് ചെയ്യാൻ പറ്റിയത്. സോ അതാണ് നമ്മൾ ആദ്യം നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം. അത് വരും ചാറ്റിങ്ങിനും വരും കാര്യങ്ങളെയൊക്കെ തന്നെ കണക്ട് ആയിട്ട് വരും. അങ്ങനെയാണ് അതിന്റെ ഒരു. അപ്പൊ നമ്മൾ പിന്നീട് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്റെ പേര്, എന്റെ ആ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ മാത്രം മതി. അപ്പൊ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ആദ്യത്തെ കാര്യം. ഇനി നമുക്ക് ചെറിയ 2-3 കമാൻഡുകൾ കൊടുത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി നിങ്ങൾ പ്രാക്ടിക്കലി അത് നിരന്തരമായിട്ട് ഇങ്ങനെ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നെക്സ്റ്റ് ഒരു ക്യൂരിയോസിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് കുറെ കാര്യങ്ങൾ ക്യൂരിയോസിറ്റി ആയിട്ടുണ്ടാവും. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ചിലപ്പോൾ നമ്മൾ കേട്ടിട്ട് നമുക്ക് അത് സത്യമാണോ അല്ലേ എന്നൊക്കെ അല്ലെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ അത്തരത്തിലുള്ള ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ എനിക്ക് ഇന്ന് രാവിലെ എൻ്റെ മൈൻഡിലോട്ട് വന്നതാണ്, ഞാൻ ഒരു വീഡിയോ കണ്ട സമയത്ത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ മുസ്ലിങ്ങൾ, നമ്മൾ ഇസ്ലാമിൽ 786 എന്ന് പറയും. 786 എന്നുള്ള നമ്പർ നമ്മൾ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. പല കാറുകളായിക്കോട്ടെ, പല ഒരു നമ്പർ നല്ലൊരു നമ്പർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പൊ അത് ശരിക്കും ഈ ഇസ്ലാമുമായിട്ട് റിലേറ്റഡ് ആണോ, അല്ലെങ്കിൽ ആ ഒരു മതമായിട്ട് റിലേറ്റഡ് ആണോ എന്നുള്ളത് നമുക്കൊരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇത് നമുക്ക് ChatGPT ചോദിക്കും. ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ, നമ്മൾ സാധാരണ ഒരു ഹ്യൂമനോട് ചോദിക്കുന്ന രൂപത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈസ് 786 ഈസ് റിലേറ്റഡ് വിത്ത് ഇസ്ലാം. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇത് നമ്മൾ കൊടുക്കുന്ന കമാൻഡുകൾ ഒന്നും തന്നെ വളരെ വ്യക്തമായിട്ട് കറക്റ്റ് ആവണമെന്നില്ല. അത് നമ്മൾ സ്പെല്ലിങ്ങിന്റെ കറക്ഷൻ ഒന്നും അവിടെ നോക്കുന്നില്ല. അത് നമ്മൾ കൊടുക്കുന്നതിന് മനസ്സിലാവും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയും. അപ്പൊ അത് പറയുന്നുണ്ട് 786 ഈസ് ഓഫൺ അസോസിയേറ്റഡ് വിത്ത് ഇസ്ലാം, എസ്പെഷ്യലി ഇൻ സൗത്ത് ഏഷ്യൻ ആൻഡ് മിഡിൽ ഈസ്റ്റേൺ കൾച്ചർ. ഇറ്റ് ഈസ് കൺസിഡർ ന്യൂമറിക് പ്രസന്റേഷൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ അതിന്റെ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് അവിടെ തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ ഇത് വീണ്ടും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഡു യു യൂസ് 786 എനി സ്പെസിഫിക് വേ? അതായത് നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നീ എന്തെങ്കിലും കാര്യത്തിൽ ഈ 786 നമ്പർ ഉപയോഗിക്കാറുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളോട് വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ മെനി പർപ്പസ് യൂസ് 786 ഡോക്യുമെന്റ് ബിസിനസ് ഓർ സിമ്പിൾ ഓഫ് ബിസിനസ് ബ്ലെസ്സിംഗ്. ഡു യു യൂസ് ഇറ്റ് ഓർ പേഴ്സണൽ റീസൺ, ബിസിനസ് ബ്രാൻഡിങ് ഓർ സംതിങ് എൽസ്? വീണ്ടും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. അതായത് ഒരു കോൺവെർസേഷൻ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നു പോകുന്ന രൂപത്തിൽ നമ്മൾക്ക് മെന്റലി ഒരുപാട് കാര്യങ്ങൾ ഗെയിൻ ചെയ്യാൻ, ഒരുപാട് അറിവുകൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ഈ ഒരു ടൂൾ നമുക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ്.
സോ നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യാം. ഐ വിൽ നമുക്ക് ക്യാച്ച് യു ലേറ്റർ. നൗ ഐ ആം ബിസി. നമ്മൾ ഒരാളോട് പറഞ്ഞു പോകുന്നത് ശരിയാണല്ലോ. നമ്മൾ പറഞ്ഞു നോ പ്രോബ്ലം ബോസ്, ക്യാച്ച് യു ലേറ്റർ, ഹാവ് എ പ്രൊഡക്റ്റീവ് ഡേ. അപ്പോൾ ഒരു പോസിറ്റീവാണ്. ഇതൊക്കെ ഒരു പോസിറ്റീവ് ജീവിതത്തിൽ നമുക്ക് പോസിറ്റീവ് ഒരു ഹാവ് എ പ്രൊഡക്റ്റീവ് ഡേ എന്ന് പറയുന്നത് ഒരാൾ നമ്മളെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് ഗ്രേറ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ആ ഒരു മൈൻഡിലോട്ട് ഈ ഒരു സംഭവത്തെ നമ്മൾ എടുക്കാൻ ശ്രമിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നിങ്ങളേതായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നിങ്ങളേതായിട്ടുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾ ഇതിൽ ചോദിച്ച് ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നുന്നു. അപ്പൊ ഇത് ചോദിച്ചിട്ട് എന്ത് ചെയ്യാം, മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ രൂപത്തിൽ പല ഡൗട്ടുകളും ചിലപ്പോൾ ഉണ്ടാവും. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ കമന്റുകളായിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ഈ ഒരു ഇതിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ബേസിക് സ്റ്റെപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടൈം നമ്മൾ ഒന്നുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ബിസിനസ് ഡെവലപ്മെന്റിന്റെ കാര്യങ്ങൾ, നെക്സ്റ്റ് ലെവലിലോട്ട് നമ്മൾ ഡോക്യുമെന്റേഷൻ എങ്ങനെ ക്ലിയർ ചെയ്യേണ്ടത്, പിന്നെ ഈ പറഞ്ഞ രൂപത്തിലുള്ള നമ്മളെ അനാലിസിസ്, പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ പഠിക്കാം. ഇതൊരു സിമ്പിൾ കാര്യമാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇത് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് പഠിച്ചിരിക്കേണ്ട ഒരു ആവശ്യകത ഇപ്പൊ നിലവിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവത്തെ നമ്മൾ മുന്നോട്ട് വെച്ചത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നല്ല അറിവുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അറിവുകൾ ഉണ്ടാക്കുന്ന രൂപത്തിലോട്ട് നമുക്ക് എന്ത് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ഇതിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ എല്ലാവരും അറിവ് മാക്സിമം ഉണ്ടാക്കിയെടുക്കുക. അറിവുള്ള ആളുകൾക്ക് എപ്പോഴും കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാനും എപ്പോഴും കോൺഫിഡന്റ് ആയിട്ട് നിൽക്കാനും പറ്റും. ഹാവ് യു വണ്ടർഫുൾ ഡേ. താങ്ക് യു സോ മച്ച്. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് വരും വീഡിയോസിൽ ചെയ്യാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കത് പറയാനായിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലോട്ട് ഓരോരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം, പഠിക്കാം. എന്തായാലും വളരെ നന്ദിയുണ്ട്. നമ്മളൊരു കാര്യം പറഞ്ഞ സമയത്ത് ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും അത് നല്ലൊരു ഉപകാരമുള്ള ഒരു സെഷനായിട്ട് മാറുമെന്ന് നല്ല പ്രതീക്ഷയുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. താങ്ക് യു സോ മച്ച്.